ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോടല്ല പറയേണ്ടത്, നേരിട്ട് വന്ന് പറയേണ്ടതെന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നുണ്ട്. ചില ചോദ്യങ്ങൾ ഔദ്യോഗികമായിട്ടും ചില ചോദ്യങ്ങൾ അനൌദ്യോഗിക സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് വാർത്ത പുറത്തുവിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പൊതു സ്വഭാവമുണ്ട്. ആ പൊതു സ്വഭാവം ഒരു കേന്ദ്ര സർക്കാരിന്റെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റായിട്ട് മാറുന്ന രീതിയിലാണ് അവരുടെ കുറെ കാലമായിട്ടുള്ള പ്രവർത്തനം. അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസ്താവന, രാഹുൽ ഗാന്ധിക്കെതിരെ നഡ്ഡ പറയുന്ന അതേ ഭാഷയിലാണ് ഇലക്ഷൻ കമ്മീഷനും പറയുന്നത്. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. എന്തിനാണ് CCTV ഫുട്ടേജ് എടുക്കാൻ പാടില്ല എന്ന ഉത്തരവ് ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയത്? അതിന് ഉത്തരവുണ്ടോ? ഞാൻ മനസ്സിലാക്കിയോളും താഴെത്തട്ടിലുള്ള എതിർപ്പുകളെ മറികടന്നുകൊണ്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തിനാണത്? അപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് പകരം രാഷ്ട്രീയമായ വിമർശനത്തിൽ പങ്കുചേരുന്ന ഇലക്ഷൻ കമ്മീഷനെയാണ് ഇവിടെ കാണുന്നത്. അതാണ് ഈ ചോദ്യങ്ങളുടെ എല്ലാം അടിസ്ഥാനം ശരിയാണെന്ന് തെളിയിക്കുന്നത്. മെയ് 15 ഇലക്ഷൻ കമ്മീഷൻ യോഗം വെച്ചിരുന്നു. പക്ഷേ നിയമങ്ങളോട് കാണിക്കുന്ന അനാദരവാണെന്നാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് പറഞ്ഞാലും ഇത്തരം തെറ്റുകൾക്കെതിരായിട്ട് ഞങ്ങളൊക്കെ ബോധ്യപ്പെടുന്ന തെറ്റുകൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പരസ്യ വിമർശനങ്ങൾ തുടരുക തന്നെ ചെയ്യും. മെയ് 15 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച യോഗം അല്ല, അത് പെഹൽഗാം അറ്റാക്ക് വന്നുകൊണ്ടല്ലേ? കോൺഗ്രസ് പിന്മാറി. അല്ലല്ല, പെഹൽഗാം അറ്റാക്ക് വന്നുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു ഡേറ്റ് തരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആ ഡേറ്റ് തന്നിട്ടില്ല അവർ. ആ ദിവസങ്ങളിലല്ലേ സംഭവിച്ചത്. ആ ദിവസങ്ങളിൽ സംഭവിച്ചത് കൊണ്ട് പെഹൽഗാം അറ്റാക്കിന്റെ പ്രശ്നത്തിൽ രാജ്യത്ത് മൊട്ടാകെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഈ മീറ്റിങ്ങിനല്ല ശ്രദ്ധയുണ്ടാവാൻ പോണു. അതുകൊണ്ട് വേറൊരു ഡേറ്റ് തരണമെന്നൊരു കത്ത് ഞാനാണ് അയച്ചത് കൃത്യമായിട്ട്. എല്ലാം കൂടെ ഇപ്പം പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൊടുക്കാതിരിക്കില്ല. ജ്യോതികുമാർ ചാമക്കാലയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ കേസിന് ഒരു DGPക്ക് പരാതി പോയിട്ടുണ്ട്. ഈ അപകടം നടന്ന സമയത്ത് പോലും ഇത്തരത്തിലൊരു വോട്ട് ധ്രുവീകരണം നടത്താനുള്ള ശ്രമമല്ല ഉണ്ടായിരുന്നു. കാരണം ആംബുലൻസ് അടക്കം തടഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. എന്തിനാണ് രാഷ്ട്രീയ കൂടാലോചന എന്തിനാണ് നടന്നത്? ഈ പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനം വേണ്ടേ? നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. എത്രയോ വർഷം ജീവിക്കേണ്ട ഒരു പാവപ്പെട്ട കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. എന്തിന്റെ പേരിലാണ് ഇതൊക്കെ നഷ്ടപ്പെടുന്നത്? അവിടെയാണ് എന്റെ ചോദ്യം. കഴിഞ്ഞ 9 കൊല്ലമായിട്ട് ഇവർ ഭരിക്കുകയല്ലേ. എത്ര പേരാണ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ മരിച്ചു വീണത്? എല്ലാ ദിവസവും പറയും നടപടിയെടുക്കും, അവിടെ കമ്പി കെട്ടിയിട്ടുണ്ട്, ഇവിടെ കമ്പി കെട്ടിയിട്ടുണ്ട്. എഫക്റ്റീവായി മൃഗങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള എന്ത് നടപടിയാണ് സർക്കാർ എടുത്തതെന്നുള്ള ചോദ്യത്തിന് മറുപടി ഉണ്ടോ അവർക്ക്? മനുഷ്യജീവനുകളെ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്ന രീതി സർക്കാരിന്റെ നടപടി മൂലം ഉണ്ടാവുന്നുണ്ട്. ഇവിടെ വന്നതും അതുതന്നെയാണ്. ഇവിടെ ഈ മൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടുണ്ടായ അതിന്റെ പരിണിത ഫലമാണ് സംഭവം. ഗൂഢാലോചന നടത്തിയെന്ന് കണ്ടുപിടിക്കട്ടെ എന്ന് കേസ്. അത് മറ്റേ ഇതൊന്നും തീരാൻ നിൽക്കണ്ട, കേസ് പിന്നെ ഇലക്ഷൻ തീരാൻ നിൽക്കണ്ട. 2 ദിവസം കൊണ്ട് പോലീസ് അന്വേഷിക്കുക ഗൂഢാലോചന. അവരന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ഗൂഢാലോചന ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ. ഇന്നലെ KPC പ്രസിഡന്റ് വെല്ലുവിളിച്ചല്ലോ. ഗൂഢാലോചന വല്ലതും അന്വേഷിക്കട്ടെ. പിന്നെ പാവപ്പെട്ടൊരുത്തം മരിച്ചിട്ട് ആളുകളുടെ പ്രതിഷേധവും രോഷവും ഉണ്ടാകുമ്പോൾ അത് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്ത സ്റ്റോറികളൊക്കെ നിങ്ങളൊന്നും എടുത്തു നോക്കുക. എല്ലായിടത്തും ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഡെഡ് ബോഡി പോലും കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് അവിടെയെല്ലാം. കാരണം ഇത് കുടിയേറ്റ ജനതയുടെ ഒരു വികാരമായിട്ട് മാറിയിരിക്കുകയാണ്. അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഓരോ ദിവസവും രാത്രി അവർ ഉറങ്ങുന്നത് ഈ പേടിയോടുകൂടിയാണ്. ഈ പേടിയോടുകൂടി ഉറങ്ങുന്ന പാവപ്പെട്ട ജനതയ്ക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് പകരം ആരെങ്കിലും പ്രതിഷേധിച്ചാൽ അവരെല്ലാം ഗൂഢാലോചന നടത്തി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ ജയിപ്പിക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു പ്രസ്താവന, അല്ലെങ്കിൽ ഇതിനപ്പുറം വിഡിത്തം വേറെ എന്താ ഉള്ളത്? വേലിയിൽ നിന്ന് ഷോക്കേറ്റ് 3 പേരാണ് മരിച്ചിട്ടുള്ളത്. ഇതിൽ സംസ്ഥാന സർക്കാരിന് ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അല്ല, അതല്ലേ ഞാൻ പറയുന്നത്. സർക്കാർ ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന പോലുമല്ല. ഇതെല്ലാം കാട്ടുമൃഗങ്ങൾ കയറുന്ന പ്രദേശങ്ങളാണ്. ഞങ്ങൾ നിരീക്ഷണം ഏർപ്പെടുത്തുന്നു. നാഴികക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ നിരീക്ഷണത്തിൽ ഇത് പെട്ടിട്ടില്ലേ? അത് കേന്ദ്ര നിയമങ്ങൾ തടസ്സം വെടിവെച്ചു കൊള്ളുന്നതിനാണ് സഹോദര. അതാണ് അവർ പറയുന്നത്. മനസ്സിലായില്ലേ? അതും മാത്രമല്ല, ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് അതിന് അധികാരമുണ്ടെന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. ഞങ്ങൾ കണ്ടപ്പോൾ, ഞങ്ങൾ MP-മാരെല്ലാം പോയി കണ്ടപ്പോൾ സ്റ്റേറ്റിന് അധികാരം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യനെ ജീവിതത്തെ അപകടത്തിലാക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നടപടി എടുക്കാനുള്ള അധികാരം അവർക്കുണ്ടെന്നാണ് പറയുന്നത്.
ഇത് കേന്ദ്രവും സംസ്ഥാനവും ബ്ലെയിം ചെയ്യേണ്ട ഒരു ഇഷ്യൂ അല്ലല്ലോ. മനുഷ്യ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രോആക്റ്റീവ് നടപടിയാണ് വേണ്ടത്. അത് ഗൂഢാലോചനയാന്ന് പറഞ്ഞിട്ട് തടിതപ്പുമല്ല വേണ്ടത്.